Hello guys, welcome back to my YouTube channel. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നത്, വിച്ച് ഈസ് റിയലി ബാഡ്. ഐ നോ ഐ അപ്പോളജൈസ്. കാരണം യൂട്യൂബിൽ ഭയങ്കര കണ്ടന്റ് തുടങ്ങണം, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇയേഴ്സ് ബാക്ക് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ബട്ട് എന്ത് ചെയ്യാനാ, എനിക്ക് ഈ കോളേജിൽ പഠിച്ച ടൈമിൽ എനിക്ക് അതിനുള്ള ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ബട്ട് ഞങ്ങൾക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ UK വന്നു. It's been 3 years in UK. 3 years ആകുന്നു. So I haven't done anything like I haven't show you എത്രത്തോളം സ്ഥലങ്ങളുണ്ട് ഇവിടെ. കുറെ സ്ഥലങ്ങൾ കാണാൻ പോയി, കുറെ ഫണ്ണിന് പോയി, പാർട്ടി, അങ്ങനെ കുറെ കാര്യങ്ങൾ ലൈഫിൽ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങൾ നടന്നു, കുറെ സാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു. ബട്ട് കുറെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഐ ഹാവ് ടു ഷോ യു സംതിങ് ലൈക്ക് ഐ നോ ദിസ് ഇസ് റിയലി ഫോർ ഗേൾസ്. ഓക്കെ, ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ദിസ് ഈസ് എ കൈൻഡ് ഓഫ് കോസ്മെറ്റിക് ഹോൾ ഞാൻ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം എൻ്റെ കയ്യിൽ കുറേ ടൈപ്പ് കോസ്മെറ്റിക്സ് ഉണ്ട്. അത് ഞാൻ കോമ്പറ്റീഷൻ ഗൈസ്, ഞാൻ ആ മിസ് കേരള കോമ്പറ്റീഷന് വേണ്ടി പോയി പാർട്ടിസിപ്പേഷന് വേണ്ടി നിന്നിരുന്നു. ഫൈനലിസ്റ്റ് ആയിരുന്നു. സോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കുറച്ചും കൂടി നല്ല കോസ്മെറ്റിക്സ് നോക്കി വാങ്ങിയായിരുന്നു. അതിന് മുന്നേ ആണെങ്കിലും എൻ്റെ കയ്യിൽ കുറേ കോസ്മെറ്റിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു കോസ്മെറ്റിക് പ്രോഡക്ട്സ് അടിപൊളിയാണ്. അപ്പം ഞാൻ കുറേ നാൾ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര, എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ള എല്ലാ പ്രോഡക്ട്സും വിച്ച് ഇസ് സൂപ്പർ കൂൾ, എല്ലാം അടിപൊളി പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളെ കുറേ കോസ്മെറ്റിക് പ്രോഡക്ട്സ് കാണിക്കാം, കുറേ പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് നമ്മുടെ കോസ്മെറ്റിക് ഹോളിലേക്ക് പോകാം. സോ നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് പോകാം. എൻ്റെ കയ്യിൽ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രൈമർ ആണ് യൂസ് ചെയ്യുന്നത്. പ്രൈമർ നമ്മളുടെ ആ ഒരു ഫൗണ്ടേഷൻ, നമ്മൾ ഇടുന്ന ഹോൾ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അതേപടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത്. ലൈക്ക് കൈൻഡ് ഓഫ് നമ്മുടെ ഭിത്തിയിൽ പ്രൈമർ ഒക്കെ ഇടുന്ന പോലെ. ഓക്കെ ഫൈൻ, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ വാട്ട് ഐ ഗോട്ട് ഈസ്, എൻ്റെ കയ്യിൽ 2 പ്രൈമർ ഉണ്ട്. ഇത് ഏകദേശം തീരാറായിട്ടുണ്ട്. ഇതാണ് ഏറ്റവും അടിപൊളി. ആൻഡ് ദിസ് വൺ ആസ് വെൽ, ദിസ് ഈസ് ഓൾസോ ഫൈൻ. സോ എൻ്റെ കയ്യിൽ ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് 2 പ്രൈമറാണ്. ഈ ഒരു പ്രൈമർ എന്ന് പറഞ്ഞാൽ ഷുഗറിന്റെ പ്രൈമറാണ്. ഷുഗർ. സോ നമ്മുടെ നാട്ടിലെ ഓഫ് കോഴ്സ് ഒരു അടിപൊളി ബ്രാൻഡാണ് ഷുഗർ. ഇതിന്റെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ ഇത് വിന്റർ ടൈമിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം ഇത് കുറച്ചും കൂടെ മാറ്റ് ഫിനിഷിംഗ് ആണ്. ആൻഡ് ദിസ് ഈസ് സോ ലൈറ്റ് വെയ്റ്റ്. ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ നമ്മൾ അറിയില്ല നമ്മുടെ കയ്യിൽ എന്തേലും ഉണ്ടെന്ന്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കുറച്ചെടുത്ത് അപ്ലൈ ചെയ്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. സോ ഈ ഒരു പ്രൈമർ ഇട്ടാൽ നമ്മൾ എന്ത് മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്താലും അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ലൈക്ക് 12 hours അത് നിൽക്കും, ഐ ആം ഷ്യൂർ. ആൻഡ് ദിസ് വൺ ഈസ് മെബിലിന്റെ ഈ ഒരു പ്രൈമർ ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ്. സോ അവിടെയും കിട്ടും, പക്ഷെ ഇവിടുന്നാണ് ഞാൻ ഇത് വാങ്ങിയത്. ഇത് കുറച്ചും കൂടെ ഡ്യൂയി ആണ്. കുറച്ചും കൂടെ ഇതിന്റെ കൺസിസ്റ്റൻസി ലൈക്ക് ഉണ്ടോ, ഇതിന്റെ കൺസിസ്റ്റൻസി ഭയങ്കര വാട്ടറി ആണ്. അപ്പൊ ഇത് ഞാൻ വിന്ററിൽ കൂടുതലും ഇത് അപ്ലൈ ചെയ്യുന്നത്. കാരണം വിന്ററിൽ സ്കിൻ ഒക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്താൽ ഫേസ് കുറച്ചും കൂടെ ഗ്ലോ ആയിട്ട് നിൽക്കും. ആൻഡ് അത്രയും പെട്ടെന്ന് ഡ്രൈ ആവത്തില്ല. പിന്നെ ഇത് ഞാൻ എപ്പോഴും ഇടാറില്ല, കാരണം ദിസ് ഈസ് വില കൂടുതൽ ഗൈസ്. സോ ഫൈൻ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ മോയ്സ്ചറൈസർ, പ്രൈമർ. ദ സെക്കൻഡ് വൺ ഞാൻ പോകുന്നത് എപ്പോഴും കൺസീലർ ആണ്. സോ നിങ്ങൾക്ക് കൺസീലർ അല്ലാണ്ട് നമ്മൾ കളർ കറക്റ്റർ യൂസ് ചെയ്യും. ഞാൻ കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നത് ശരിക്കും നല്ലതാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. സോ കളർ കറക്റ്റർ ഞാൻ പുതിയ ഒരെണ്ണം കണ്ടുപിടിച്ച് മാച്ചിങ് ആയി കാണിക്കുമ്പോഴത്തേക്കും ഞാൻ അത് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. വിച്ച് ഞാൻ റീൽസിൽ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യാം. സോ കൺസീലർ ഞാൻ യൂസ് ചെയ്യുന്നത് കളക്ഷൻ്റെ ആണ്. കളക്ഷൻ ആൻഡ് 9 വാനില ന്യൂട്രൽ. ഇതാണ് ഈ ഒരു കൺസീലറിന്റെ കോഡ്. സോ ഈ ഒരു അൾട്രാ കവർ കൺസീലർ ഞാൻ ഒത്തിരി നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. കാരണം കൺസീലർ ബേസിക്കലി നമ്മുടെ സ്കിൻ ടോണിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ തപ്പി പിടിച്ചെടുക്കുകയാണ്. സോ കളക്ഷന്റെ കൺസീലർ ആണ് ഇത്, അടിപൊളിയാണ്. ബട്ട്
ഇത് നിങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിൻ ടോണിന് പറ്റിയ രീതിയിൽ നിങ്ങൾ എടുക്കുന്നതായിരിക്കും ബേസിക്കലി കൺസീലർ നല്ലത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫൗണ്ടേഷൻ. സോ ഫൗണ്ടേഷൻ ഈസ് ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ ഫൗണ്ടേഷനിൽ കയറിയിരിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ഫൗണ്ടേഷൻ തപ്പി എന്റെ ബോക്സിലല്ല. ഞാൻ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ ഈസ് ദിസ് വൺ. സോ ഇതെന്ന് പറഞ്ഞാൽ ഡ്രീം റേഡിയന്റ് ലിക്വിഡ് ഹൈലറോണിക് ആസിഡ് കൂടുതലുള്ളതാണ്, കൊളാജൻ കൂടുതലുള്ളതാണ്. യു നോ ഗൈസ്, നമ്മൾ കൊളാജൻ ആൻഡ് ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിന് എത്രയും ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് ഞാൻ കളക്ഷന്റെ തന്നെ മെബിലിന്റെ ആയിരുന്നു. മെബിലിന്റെ മെബിലിന്റെ ആണ് ഞാൻ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ. സോ ഈ ഒരു ഫൗണ്ടേഷൻ 21 ന്യൂഡ് ബീച്ച് ഡോർ. സോ ഈ ഒരു ഷെയ്ഡാണ് താഴെയുണ്ട്. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ അടുത്ത യൂസ് ചെയ്യുന്നത് എ ടിന്റ് അല്ലെങ്കിൽ ഒരു ബ്ലഷ് ചീക്ക് ബോൺസിലും ആൻഡ് നമ്മളുടെ നോസിന്റെ എൻഡിലും ആൻഡ് നമ്മളുടെ ഈ ഒരു ചിന്നിലും കൊണ്ടിട്ട് ഞാൻ ഒരു ഇത് കൊടുക്കും, എന്ത് ടിന്റ് ഓർ ബ്ലഷ്. എന്റെ കയ്യിൽ 2 ടൈപ്പ് ബ്ലഷ് ഉണ്ട്. സോ ഒന്ന് പൗഡറി ബ്ലഷ് ആണ്, ഒന്ന് ലിക്വിഡ് ബ്ലഷ് ആണ്. രണ്ടും നമുക്ക് യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾക്കൊരു മാറ്റ് ഫിനിഷ് വേണമെങ്കിൽ നമുക്ക് പൗഡറി ബ്ലഷ് വേണം. നമുക്കൊരു ഡ്യൂവി ലുക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലോവി ടച്ച് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് അതെന്ത് ഗ്ലോവി മേക്കപ്പാ അങ്ങനെ പറഞ്ഞു, നമുക്കൊരു ലിക്വിഡ് ടൈപ്പിലുള്ള ഒരു ബ്ലഷ് വേണം. എന്റെ കയ്യിലുള്ള പൗഡറി ബ്ലഷ് ഏതാന്ന് വെച്ചാൽ മെബിലിന്റെയാ. ആൻഡ് ഇത് ഭയങ്കര പൗഡറിയാ, ഞാനിത് കഴിക്കുമല്ലോ. ഓക്കെ, മെബിലിന്റെ സൂപ്പർ സ്റ്റേ ടെഡി ടിന്റ്. നമ്മുടെ കൺസീൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഈ കൺസീൽ ചെയ്തതിന്റെ താഴെ, അതായത് ഇവിടെയും നമ്മളുടെ കണ്ണിന്റെ മേളിലും ഒരു സെറ്റിംഗ് പൗഡർ ഇട്ട് കൊടുക്കും. എന്തിനാ യൂസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഐ ഷാഡോ അല്ലെങ്കിൽ ഐ ലൈനർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എഴുതുമ്പോഴത്തേക്കും സ്കിന്ന് റിങ്കിളായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ ഐ ലൈനർ ചെയ്തു അല്ലെങ്കിൽ ഐ ഷാഡോ നമ്മൾ വെക്കുമ്പോഴത്തേക്കും സ്കിൻ ഭയങ്കര റിങ്കിളായിട്ട് ആ ഐ ഷാഡോ അല്ലെങ്കിൽ ഐ ലൈനർ പ്രോപ്പർ ആയിട്ട് ഇരിക്കില്ല. അപ്പൊ നമ്മള് സെറ്റിംഗ് പൗഡർ ഇട്ടിട്ട് നമ്മൾ ഈ പറയുന്ന ഐ ലൈനർ ഓർ ഐ ഷാഡോ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ല ഫിനിഷ് ആയിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റിംഗ് പൗഡർ ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ്, റെവല്യൂഷന്റെ. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാം. നാട്ടിൽ നിങ്ങളൊരു നല്ല ബ്രാൻഡ് നോക്കിയിട്ട് സെറ്റിംഗ് പൗഡർ വാങ്ങുന്ന നല്ലതായിരിക്കും. അപ്പൊ ഇതൊരു സെറ്റിംഗ് പൗഡർ ഞാൻ കുറച്ചെടുത്തു. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. സോ ഇത് ട്രാൻസ്പെറന്റ് ആണ്. അതാണ് ഈ സെറ്റിംഗ് പൗഡറിന്റെ പ്രത്യേകത, ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്താൽ നമ്മൾ വിചാരിക്കും സെറ്റിംഗ് പൗഡർ വാരി പൊത്തിയാൽ ഭയങ്കര വൈറ്റിഷ് പോലെ ആവില്ല. ഒരിക്കലും ഇല്ല. നിങ്ങൾ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ട്രാൻസ്പെറന്റ് ആയി അതങ്ങ് പോകും. നിങ്ങൾക്ക് കാണാനേ പറ്റില്ല സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് ഐ ഷാഡോ ആൻഡ് ദെൻ ഐ ലൈനർ. ഒരിക്കലും ഐ ലൈനർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഐ ഷാഡോ ചെയ്യരുത്. ഫൈൻ, നിങ്ങൾ കുറെ പേർക്ക് അറിയാം ഇത് ബേസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അറിയാൻ മേലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ശരിക്കും ചെയ്യുന്നത്. ഓക്കെ, സെറ്റിംഗ് പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഐ ഷാഡോ ചെയ്യാം. ഓർ നമുക്ക് ഐ ഷാഡോ വേണ്ടതുണ്ടെങ്കിൽ ഒരു ബേസ് ആൻഡ് മേക്കപ്പ് ആണെങ്കിൽ നമുക്ക് ഐ ലൈനർ ചെയ്യാം. സോ എന്റെ കയ്യിലിരിക്കുന്ന ഐ ഷാഡോ പാലറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, റെവല്യൂഷൻ. സോ റെവല്യൂഷൻ ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ്. നിങ്ങൾക്ക് നാട്ടിൽ നിങ്ങൾക്ക് നല്ല ഒരു ഐ ഷാഡോ പാലറ്റ് ചൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു നല്ല ഐ ഷാഡോ പാലറ്റ് ഉള്ളത് നല്ലതാണ്. കാരണം എനിക്ക് ഐ ഷാഡോ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അത് ശരിക്കും ഭയങ്കര പ്രോ ഒന്നും അല്ല, എനിക്ക് ബേസ് ആയിട്ട് ചെയ്യാൻ അറിയത്തുള്ളൂ. ബട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബിക്കോസ് എനിക്ക് ഐ ഷാഡോ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ എന്റെ കയ്യിലിരിക്കുന്ന പാലറ്റ് ഇതാ. ബേസ് ആയിട്ടുള്ള കുറച്ചുണ്ട് ആൻഡ് ഗ്ലിറ്ററി ഉണ്ട്. സോ ഗ്ലിറ്ററി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗ്ലിറ്ററി ഷെയ്ഡ്സ് ഞാൻ എപ്പോഴും ഈ ഗ്ലിറ്ററി ഷെയ്ഡ്സ് കുറെ യൂസ് ചെയ്യാറുണ്ട്. ഐ ഷാഡോ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് ഐ ലൈനർ. കണ്ണെഴുതാം നമുക്ക്. ഇതിന്റെ പെയിന്റ് എല്ലാം പോയി, മെബിലിൻ തന്നെ. സോ മെബിലിന്റെ ഒരു ഐ ലൈനർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ ഒരു പിൻ പോയിന്റ് ഉള്ള ഐ ലൈനർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആൻഡ് ഇത് ഷുഗറിന്റെ ആണ്. ഇത് ഞാൻ മിസ് കേരള കോമ്പറ്റീഷന് വേണ്ടി പോകാൻ വേണ്ടി വാങ്ങിയതാണ്. സോ ഈ ഷുഗറിന്റെ ഈ കൈൻഡ് ഓഫ് അടിപൊളിയാണ്, ഭയങ്കര അടിപൊളി. ദിസ് ഇസ് വൺ ഓഫ് മൈ വെരി ഫേവറേറ്റ് തിങ്. നമുക്ക് മേളിൽ നിന്ന്
ഇങ്ങനെ ഊരിയിട്ട് ആൻഡ് ഇറ്റ് ഹാസ് വൺ മോർ തിങ് ലൈക്ക് ദാറ്റ്. സോ ഇത് നമ്മൾക്ക് ഇതിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതിന്റെ പോയിന്റ് ഈസ് വെരി ഹാർഡ്. സോ ഞാൻ ഓർത്തു ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇത് നല്ല ടാലന്റ് വേണം. ബട്ട് ഈവൻ ദോ ഐ ട്രൈഡ് ഇറ്റ്. ഇത് ഭയങ്കര ഡാർക്ക് കളറാണ്. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ എഴുതി കഴിയുമ്പോഴത്തേക്കും സൂപ്പർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മളെ പ്രത്യേകിച്ച് എൻ്റെ പോലത്തെ കണ്ണല്ല, ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ണുള്ളവരൊക്കെ കുറേ പേരുണ്ടല്ലോ, അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ല. പിന്നെ ചെറിയ കണ്ണുള്ളവർക്കൊക്കെ ആണെങ്കിലും എടുത്ത് നിൽക്കും, നല്ല രസമായിരിക്കും ഇത് എഴുതിയാൽ. മസ്കാര, വാവ് മസ്കാര, മസ്കാര ഓൾസോ. എനിക്ക് ഈ ഐയുടെ മേക്കപ്പ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. സോ എന്റെ കയ്യിലിരിക്കുന്ന മസ്കാര മസ്കാര കിട്ടി ഗൈസ്. സോ എന്റെ കയ്യിലിരിക്കുന്ന മസ്കാര, ദ ഫസ്റ്റ് വൺ ഈസ് മെബിലിന്റെ ആണ്. ആൻഡ് മെബിലിൻ ന്യൂയോർക്കിന്റെ ഈ ഒരു മസ്കാര ബ്ലൂ ഷെയ്ഡ്. കാരണം എനിക്കൊരു ബ്ലൂ മസ്കാര വേണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാനൊരു ബ്ലൂ മസ്കാര വാങ്ങിയത്. ഇതൊരിക്കലും തീർന്നു പോകല്ലേ എന്നായിരുന്നു ഞാൻ എപ്പോഴും വിചാരിച്ചത്. പക്ഷേ ഞാൻ ഇത് ഡെയിലി ഐ എം യൂസിങ് ദിസ് മസ്കാര. സോ ഇത് റെമിയുടെ മസ്കാരയാണ് ഇത്. സോ ഇത് ഗൈസ് ദിസ് ഈസ് സോ നൈസ്. ഇത് കൂടുതൽ വോളിയം തരുന്ന ഒരു മസ്കാരയാണ്. നമ്മളുടെ കണ്ണിലൊക്കെ നല്ലതായിട്ട് വിടർന്നു നിൽക്കും ഈ ഒരു മസ്കാര ഇട്ടാൽ. സോ ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മസ്കാര. ഓക്കെ, നമ്മൾക്കിത് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചിട്ട് ലിപ്സ്റ്റിക്കിന്റെ സെക്ഷൻ മാത്രമായിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യും. കാരണം ഐ ഗോട്ട് മെനി ലിപ്സ്റ്റിക്സ്. സോ ഞാൻ ഇത് ഒരുപാട് പറയും. സോ ഫൈൻ, നമ്മൾക്ക് ഇത് ഇവിടെ വെച്ച് നിർത്തിയിട്ട് നമ്മൾക്ക് ലിപ്സ്റ്റിക്കിന്റെ സെഗ്മെന്റ് വേറെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഐ വിൽ ബി ഹിയർ. I will give you some details regarding the all lipstick shades with me because അതാണ് സ്പെഷ്യൽ വീഡിയോ. ഓക്കെ, അതിലാണ് ഏറ്റവും അടിപൊളി ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ അതുവരേക്കും ബൈ ബൈ.